ശ്രീമഹാദേവ്യൈ നമ. ഓം ശ്രീമദ്ദേവി മഹാഭാഗവതം 9-ാം സ്കന്ധം 41-ാം അധ്യായം 39, 40, 41, 42 4 അധ്യായങ്ങൾ 258 ശ്ലോകങ്ങളെ കൊണ്ട് ലക്ഷ്മി വിവാഹത്തെക്കുറിച്ച് പറയണം. ധന്വന്തരി അവതാരം, ദുർവാസ ശാപം തൊട്ട് ലക്ഷ്മിക്കും കൂടി എല്ലാം കിട്ടുന്നതായിട്ടുള്ള രംഗത്തെയാണ് പറയണത്. നമുക്ക് കേൾക്കാം. അപ്പോൾ നമ്മൾ ദുർവാസ ശാപം വരെ വായിച്ചു. ഇനി അതിനുള്ള മോചനം, വസിഷ്ഠൻ്റെ ഉപദേശം കൂടി കേട്ടതിൻ്റെ ശേഷമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പാലാഴി മഥനം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി കേൾക്കാം. ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീമദ്ദേവി മഹാഭാഗവതം 9-ാം സ്കന്ധം 41-ാം അധ്യായം. ശ്രീനാരായണൻ കൃഷ്ണനെയും സ്മരിച്ചും കൊണ്ട് ഇന്ദ്രൻ സുരരുമൊത്തുടൻ വാചസ്പതിയെ മുൻനിർത്തി പൂകിനാൻ ബ്രഹ്മവത്തനം. ബ്രഹ്മലോകമണഞ്ഞ ആശുവിധിയെ കണ്ടു ശക്രനും ഗുരുവും മറ്റു ദേവന്മാരൊക്കെയും വീണുകൂപ്പിനാർ. വൃത്താന്തമഖിലം ദേവാചാര്യൻ ഓതിക്കൊടുക്കവേ ചിരിച്ചും കൊണ്ടോതിയേവം മഹേന്ദ്രനോട് നാൻമുഖൻ. ബ്രഹ്മാവ്, കുഞ്ഞേ നീ എൻ വശം ജാതൻ, എൻ പൗത്രൻ സമർത്ഥനും, ബൃഹസ്പതിക്കു നീ ശിഷ്യൻ, ദേവന്മാർക്കൊക്കെ നായകൻ. ഇപ്പോൾ അവിടെ ബ്രഹ്മാവിൻ്റെ പരമ്പരയിൽപ്പെട്ടതാണ് ഇന്ദ്രൻ. 2 തരത്തിലും. ബ്രഹ്മാവിൻ്റെ മകൻ മരീചി, മരീചിയുടെ മകൻ കശ്യപൻ, കശ്യപൻ്റെ മകനാണ് ഇന്ദ്രൻ. കശ്യപൻ്റെ ഈ അതിഥിയിലുള്ള മകനാണ് ഇന്ദ്രൻ. ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടുള്ള ദക്ഷൻ, ദക്ഷൻ്റെ മകളായിട്ടുള്ള അതിഥിയുടെ പുത്രനാണ് ഇന്ദ്രൻ. അപ്പോൾ ഇന്ദ്രൻ്റെ അച്ഛനും അമ്മയും മുത്തശ്ശനാണ്. അച്ഛനും അതെ, അമ്മയ്ക്കും അതെ, മുത്തശ്ശനാണ് ബ്രഹ്മാവ്. അപ്പോൾ ആ ബ്രഹ്മാവാണ് ഇവിടെ ഉപദേശിക്കുന്നത്. നിന്റെ മുത്തശ്ശനോ ദക്ഷൻ വിഷ്ണുഭക്തൻ പ്രതാപവാൻ, ഏവം കുലത്രയം ശുദ്ധമായോൻ ഗർവിഷ്ഠനാവതോ. വളരെ പ്രത്യേകത തന്നെയാണ്. സാധാരണ കുല പാരമ്പര്യമൊക്കെ നന്നാച്ചാൽ ഇങ്ങനെ ചീത്ത ചെയ്യില്ല. നീ ആ കുല പാരമ്പര്യത്തിൽ പെട്ടിട്ടും ചീത്ത ചെയ്യണമല്ലോ എന്ന് ചുണ്ടിയെടുത്തു ബ്രഹ്മാവ് ഇന്ദ്രനോട്. അമ്മ സാധ്വീരത്നം, അച്ഛൻ ശുദ്ധനാം യതി, അവ്യധം മുത്തശ്ശനും മാതുലനും ഈ മട്ടുള്ളോൻ മതിക്കുമോ. അമ്മാവനതെ, അച്ഛനതെ, മുത്തശ്ശനതെ എന്ന് പറയണ്ട, എല്ലാവരും നല്ലവരാ. അമ്മ എത്രയാ സാധ്യ എന്ന് പറയാമെന്ന് ഓർത്തില്ല, അത്രയും സാത്വിക അച്ഛനതിലേറെ. എന്നിട്ട് നീ ഇങ്ങനെ ആയില്ലോ. അച്ഛൻ മുത്തശ്ശൻ ഇവർ തൻ ദോഷവും ഗുരുദോഷവും ഈ 3 കൊണ്ടൊരാൾ നൂനം ഭവിക്കാം ഹരിദോഷിയായി. സർവാത്മാവാമ ഭഗവാൻ വർത്തിപ്പൂ ദേഹമേതിലും കേവലം ശവം. ആ മർത്യൻ അവനില്ലാത്തൊരാ ക്ഷണം. ഇന്ദ്രിയേശൻ മനസ്സ് ഈ ഞാൻ, ശങ്കരൻ ജ്ഞാനവും തഥാ ദുർഗതാൻ ബുദ്ധി. തൽ പ്രാണൻ രാധയാം പ്രകൃതി ഈശ്വരി, നിദ്രാദിയോ പ്രകൃതി തൻ കലാരൂപകൾ ശക്തികൾ. ഭോഗദേഹം പൂണ്ട ജീവൻ ആത്മാവിൻ പ്രതിബിംബവും. ഇപ്പോൾ കുറേ കാര്യങ്ങൾ പറയാണ്. ഇന്ദ്രിയങ്ങളുടെ ഈശ്വരനാണ് മനസ്സായിട്ടുള്ള ബ്രഹ്മാവ്. ഇന്ദ്രിയങ്ങളുടെ ഈശ്വരനാണ് മനസ്സ്. ആ മനസ്സിൻ്റെ ഈശ്വരനാണ് ബ്രഹ്മാവ്. അതേപോലെ ജ്ഞാനം, അതിൻ്റെ ഈശ്വരനാണ് മഹാദേവൻ. ബുദ്ധി, അതിൻ്റെ ഈശ്വരനാണ് ദുർഗ, ഈശ്വരീ ഭാവമാണ് ദുർഗ. അതേപോലെ പ്രാണൻ, ആ പ്രാണൻ രാധയാണ്. പ്രകൃതിക്കും ഈശ്വരിയായിട്ടുള്ള രാധയാണ് പ്രാണൻ്റെ നാഥ. നിദ്ര തുടങ്ങിയിട്ടുള്ള ദേവി, അത് പ്രകൃതിയുടെ കലാ അംശങ്ങളാണ്. ഇപ്പോൾ ഈ ശരീരം എന്നുള്ളത് ജീവൻ പരമാത്മാവിൻ്റെ ഒരു അംശമായിട്ടുള്ള ആ ചൈതന്യം ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ മറവി ബാധിക്കും, മായ ബാധിക്കും. അപ്പോൾ ആ മായയിൽപ്പെട്ടതാണ് നീ. ഇങ്ങനെ അബദ്ധം വരാൻ പാടില്ല. കാരണം എന്താ? പരമ്പര അത്രയും നന്ന്, ജ്ഞാനം നിനക്കുണ്ട്, എന്നിട്ടും നീ വിഷ്ണു പ്രസാദത്തെ ധിക്കരിച്ചു, വലിയ തെറ്റായി. അതുകൊണ്ട് നീ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാലും നമുക്ക് പരിഹരിക്കാം എന്ന് പറയാണ്. ഇന്ദ്രിയേശൻ മനസ്സ് ഈ ഞാൻ, ബ്രഹ്മാവ് പറയാം. ശങ്കരൻ ജ്ഞാനവും തഥാ ദുർഗതാൻ ബുദ്ധി. തൽ പ്രാണൻ രാധയാം പ്രകൃതീശ്വരി, നിദ്രാദിയോ പ്രകൃതി തൻ കലാരൂപകൾ ശക്തികൾ. ഭോഗദേഹം പൂണ്ട ജീവൻ ആത്മാവിൻ പ്രതിബിംബവും. ദേഹത്തിൽ നിന്നും ആത്മാവ് നിഷ്ക്രമിക്കേ സസംഭ്രമം പിൻഗമിക്കുന്നു മറ്റെല്ലാം നൃപനെ ഭൃത്യർ പോലവേ. ആർത്തന്നംശം മൂർത്തി 3 ശേഷൻ ധർമ്മൻ വിരാട്ടുമേ നിങ്ങളും ഭക്തർ. അവൻ തൻ പൂവേ ധിക്കരിച്ചു നീ. ഏതു പൂവാൽ ശിവൻ പൂജ ചെയ്തത പദതാരിണ. ദുർവാസസ് അത് തന്നപ്പോൾ ദൗർഭാഗ്യത്താൽ ത്യജിച്ചു നീ. മഹാദേവൻ പോലും പൂജിക്കുന്നതാണേ, അങ്ങനെയുള്ള പൂക്കളാണ് തന്നതേ. അതാണ് നീ
കളഞ്ഞത് അല്ലെങ്കിൽ നിന്ദിച്ചത്. കൃഷ്ണൻ്റെ കാൽത്താരിൽ നിന്നും വീണോരാ പൂവ് മൗലിയിൽ ചൂടുന്നോൻ ദേവമധ്യത്തിൽ സർവഥാ പൂജ്യനായി വരും. ഇപ്പോൾ ഇന്ദ്രനാണ് അത് ചൂടിയത് വെച്ചാൽ ഇന്ദ്രൻ ദേവന്മാർക്ക് യോഗ്യനായിട്ട് തീരും. ഞാനാച്ചാൽ ബ്രഹ്മാവ് പറയുക ഞാനാണ് എന്നേക്കാൾ മീതിയാവുക. ഇപ്പോഴും അതേട്ടോ, അല്ലായിട്ടല്ല. അപ്പോൾ അതൊരു വിധി വഞ്ചനയായി പോയി എന്നാണ്. ദൈവത്താൽ നീ വഞ്ചിതനായി ദൈവം താൻ ബലവത്തരം. അവിടെ ബ്രഹ്മാവ് തന്നെയാണ് വിധിക്കാനുള്ളത് എങ്കിലും ഇവിടെ ഇന്ദ്രനെ അനുഭവിക്കാനുള്ളൊരു യോഗമുണ്ട്, അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. ദൈവത്താൽ നീ വഞ്ചിതനായി ദൈവം താൻ ബലവത്തരം. രക്ഷിക്കുവാൻ ആർക്കു സാധ്യം ഭാഗ്യം കെട്ടോരു വിഡ്ഢിയെ. ശ്രീയും ചൊടിച്ചുപോയി കൃഷ്ണ നിർമാല്യം നീ ത്യജിക്കയാൽ പോക നാമിനി വൈകുണ്ഠം ഗുരുവോടൊത്തു വാസവ. ശ്രീനാഥ സേവയാൽ നേടും ശ്രീയെ നീയൻ വരത്തിനാൽ എന്നോതി നാൻമുഖൻ വിണ്ണോരേവം ചേർന്നു സത്വരം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ഇങ്ങനെ സേവിച്ച് ബ്രഹ്മാവും ഈ ഇന്ദ്രനും ഒക്കെ വൈകുണ്ഠത്തിലെത്തി. ചെന്നു കണ്ടാൻ പരബ്രഹ്മമാകും ചിന്മയനീശനെ തേജസ്വരൂപൻ ഭഗവാൻ തേജസ്സാൽ ജ്വലിക്കുവാൻ. വേനലുച്ചക്കെഴും സൂര്യ ശതകോടി സമപ്രഭൻ ആദിമധ്യാന്തരഹിതൻ പ്രശാന്തൻ കമലാപതി. നാലു വേദങ്ങളും വാണി ദേവിയും ഗംഗയും തഥാ ചതുർബാഹുക്കളാം പാർഷദന്മാരും ചൂഴ്ന്നു നിൽപ്പവൻ. അവിടെ അനന്ത പത്മനാഭൻ്റെ രൂപത്തിൽ ബ്രഹ്മം എന്നുള്ള അവസ്ഥയിലാണ്. ശബ്ദബ്രഹ്മം ഓങ്കാരം. അതേപോലെ തന്നെയാണ് അനന്തപത്മനാഭൻ. ആദ്യത്തെ പ്രകൃതി എന്ന നിലയ്ക്കാണ്, പൂർണ്ണ രൂപത്തിലാണ്. അവിടെ എല്ലാ വേദങ്ങളുണ്ടാവും, ഋഷിമാരുണ്ടാവും, ദേവതകളുണ്ടാവും, ദേവന്മാരുണ്ടാവും, എല്ലാവരും അവിടെ ഉണ്ട്. ഈ 14 ലോകങ്ങളും രൂപം സ്വീകരിച്ച് എല്ലാ ശാസ്ത്രം തൊട്ടുള്ള സകലതും അറിവ് തരുന്ന എല്ലാ ഗ്രന്ഥങ്ങളും ഒക്കെ അവിടെയുണ്ട്. അങ്ങനെയാണ് എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്തൊക്കെ അവിടെ ഇവരും എത്തി. അപ്പോൾ ഇവരുടെ അംശങ്ങൾ അവിടെയുണ്ട്. ഇവരുടെ മറ്റ് അംശങ്ങളാണ് ഇവിടെ പുറത്തുള്ളത്. ഈ അംശമാണ് അവിടെ ചെന്നിട്ട് അവിടെ ബ്രഹ്മാവുണ്ട്, വിഷ്ണുണ്ട്, ശിവൻ്റെ ഒക്കെ ഉണ്ട്, ഈ അമ്മമാരും ഉണ്ട്. അതാണ് അങ്ങനെ വിഷ്ണുവിനെ കണ്ടു. ഏവമദ്ദേവനെ കണ്ടു ഭക്തിബാഷ്പം പൊഴിച്ചുടൻ കുമ്പിട്ടു വാഴ്ത്തിനാർ ബ്രഹ്മാവത്ത് നിർജ്ജരരൊക്കെയും കൈകൂപ്പിയും കൊണ്ട് വാർത്തയെല്ലാം മോദി തഥാവിധി. തേങ്ങിക്കരഞ്ഞാർ നഷ്ടാധികാരർ ദേവകളെ വരും വാഹനാദികളും രത്നഭൂഷണാദിയുമെന്നിയേ ശ്രീയും കാന്തിയുമില്ലാതെ വിപത്തിൽപ്പെട്ടു ഭീതിയാൽ നിഷ്പ്രഭന്മാരായി നിന്നു കരയും സുരരെ തഥാ. കണ്ടു ചൊന്നാർ വിഷ്ണുവേവം ദുഃഖഭീതി വിഭഞ്ജനൻ. എല്ലാ ദുഃഖങ്ങളെയും തീർക്കാൻ കഴിവുള്ള മഹാവിഷ്ണു ഈ ഇന്ദ്രൻ്റെ കരച്ചിൽ കേട്ടിട്ട് പറഞ്ഞു. ശ്രീ ഭഗവാൻ വിഷ്ണു ബ്രഹ്മൻ പേടിക്കായിക ഞാനിങ്ങിരിക്കെ പേടി എന്തിനായി നൽകുവൻ പരമൈശ്വര്യപ്രദയാം സ്ഥിരലക്ഷ്മിയെ. സുരരെ കേൾക്കുവിൻ കാലോചിതമായി സാരഭൂതമായി നേരായി ഫലത്തിൻ സുഖദം ഹിതമെൻ വാക്യമിത്തിരി. എന്നെ താൻ ആശ്രയിക്കുന്ന ജനമുണ്ട് എണ്ണമറ്റവർ ആ ഭക്തരിങ്ങോട്ടെന്നോണം ഞാൻ അവർക്കും അധീനനാം. ഭക്തന്മാരാം മത്പരന്മാരാരോട് എങ്ങാൻ ചൊടിക്കുകിൽ തൽഗൃഹത്തിൽ പിന്നെ ഞാനും ലക്ഷ്മിയും വാണിടാ ദൃഢം. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് പറയാം. ആരാണോ എൻ്റെ ഭക്തരെ ദ്രോഹിക്കുന്നത് അവിടെ ഞാനും ഉണ്ടാവില്ല, ലക്ഷ്മി ഉണ്ടാവില്ല. ലക്ഷ്മി വസിക്കാത്ത ഒരു സ്ഥലത്തും ഞാനുമില്ല. ഇനി ഒരുപാട് ഭൗതികമായിട്ടുള്ള നിയമങ്ങളെ പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ട് ഇതൊന്നും ഇല്ലാച്ചാൽ അവിടെ ഞാനും ഉണ്ടാവില്ല, ലക്ഷ്മി ഉണ്ടാവില്ല എന്ന് പറയാം. അതിന് ശേഷമാണ് ഇന്ദ്ര നീ തെറ്റ് ചെയ്തു കേട്ടോ എന്ന് പറയുകയാണ്. അപ്പോൾ ആ കാര്യങ്ങളെ ഭൗതിക ജീവിതത്തിൽ നമ്മളിപ്പോൾ ലൗകികരാണല്ലോ, നമുക്കത് പാലിക്കേണ്ടതായിട്ടുള്ള കുറേ നിയമങ്ങൾ പറയാം. ഇതില്ലാത്ത ദിക്കിലൊന്നും ലക്ഷ്മി ഉണ്ടാവില്ല. ഭക്തന്മാരെ നിന്ദിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഗ്രഹത്തിൽ ലക്ഷ്മി ഉണ്ടാവില്ല. ഭക്തന്മാരാം മത്പരന്മാർ ആരോടെങ്ങാൻ ചൊദിക്കുകിൽ ആര് ചെയ്താലും ശരി തൽഗൃഹത്തിൽ പിന്നെ ഞാനും ലക്ഷ്മിയും വാണിടാ ദൃഢം. ദുർവാസസോ ശങ്കരാംശം വൈഷ്ണവൻ മത്പരായണൻ തച്ഛാപത്താൽ ലക്ഷ്മിയൊത്തു യുഷ്മദ്ഗേഹം വെടിഞ്ഞു ഞാൻ. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? ജരാനര ബാധിച്ചു. അപ്പോൾ ഇന്ദ്രൻ്റെ ദേഹത്തുനിന്ന് പോയി. എല്ലാ ഐശ്വര്യവും സ്വർഗത്തുനിന്ന് നഷ്ടപ്പെട്ടു. അപ്പോൾ സ്വർഗവും വിട്ടു. വിപ്ര അന്നദാനവും ശംഖധ്വനിയും ശിവപൂജയും തുളസിച്ചെടിയും കാണാത്തിടം വാഴില്ല പൂമകൾ. തുളസിയില്ലാത്ത വീടല്ലാന്നാ, അത്രയ്ക്കുണ്ട് കേട്ടോ.
ശ്രീ മഹാദേവ്യൈ നമ. ഓം എൻ ഭക്തരെയും അതേപോലെ തന്നെ വിപ്ര അന്നദാനവും ശംഖധ്വനിയും ശിവപൂജയും തുളസിച്ചെടിയും കാണാത്തിടം വാഴില്ല പൂമകൾ എൻ ഭക്തരെയും എന്നെയും നിന്ദിക്കുന്നിടമെങ്ങുവാൻ പിണങ്ങി അകലും ലക്ഷ്മി അങ്ങു നിന്ന് അതിരുഷ്ടയായി എൻ ജന്മനാളും ഹരിവാസരത്തിലും അശിക്കുവോർ അഭക്തർ ഇവർ തൻ ഗേഹങ്ങളിൽ വാഴില്ല പൂമകൾ. ഇപ്പോൾ കൃഷ്ണാഷ്ടമിക്ക് നമ്മൾ സദ്യ ഉണ്ണാണ് പതിവ്. എല്ലാ ദിക്കിലും അതെ, വലിയ അന്നദാനവും ഏർപ്പാടും ഒക്കെ ചെയ്യാറുണ്ട്. അന്ന് പട്ടിണി എടുക്കുക വേണ്ടതെന്നാണ് ഭഗവാൻ പറയണത് കേട്ടോ. അപ്പോൾ ഭഗവാന്റെ പിറന്നാളായിട്ടേക്ക് സദ്യ ഒന്നും കിട്ടിയില്ല എന്ന് പറയണവരാണ് നമ്മൾ. അന്ന് പട്ടിണി എടുക്കുക വേണ്ടതെന്ന് ഭാഗവതം പറയണു. ശ്രീ മഹാദേവ്യൈ നമ. ഓം എൻ ജന്മനാളും ഹരിവാസരത്തിലും അശിക്കുവോർ, അശിക്കുക എന്ന് വെച്ചാൽ ഊണഴിക്കുക, അഭക്തർ ഇവർ തൻ ഗേഹങ്ങളിൽ വാഴില്ല പൂമകൾ സ്വകന്യയെയും എൻ നാമത്തെയും വിറ്റുണ്ണുപോരെയും അതിഥിക്ക് അന്നമേകാത്തോരെയും എൻ പ്രിയ കൈവിടും പുംസ്ഥലി പുത്രനാം വിപ്രൻ പ്രിയം പാപിയാം അവൾ തൻ പതി പാപിഗേഹം പോകുവോനും ശൂദ്രശ്രാദ്ധ അന്നഭോജിയും വാഴും ഗൃഹങ്ങൾ വിട്ട ആശു പോകും പൂമകൾ രുഷ്ടയായി ശൂദ്രപ്രേതം സംസ്കരിക്കും നീചനാം ഭാഗ്യമറ്റവൻ വാഴും ഗൃഹം വെടിഞ്ഞ ആശു പോകും താർമകൾ ദുഷ്ടയായി വൃഷവാഹകനാം വിപ്രൻ ശൂദ്രർത്തൻ വെപ്പുകാരനും അശുദ്ധൻ നിഷ്ഠുരൻ ഹിംസാശീലൻ സജ്ജനനിന്ദകൻ ശൂദ്രയാചകനീ മറ്റുള്ളോരും വാഴും ഗൃഹങ്ങളിൽ വെള്ളം കൂടി തൊടാൻ പേടിച്ചകലും മലർമങ്കയാൾ അവീരാന്നം ഭുജിക്കുന്നോനെയും കൈവിടും അംബിക നഖത്താൽ പുല്ലറുക്കുന്നോൻ മണ്ണിൽ കാലാൽ വരപ്പവൻ അസന്തുഷ്ടൻ ദ്വിജനും ഉള്ളേടം എൻ പ്രിയവാണിട. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ശൂദ്രപ്രേതം സംസ്കരിക്കാൻ നമ്മൾ ബ്രാഹ്മണരെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുക. അതുപോലെ അനവധി കാര്യങ്ങളുണ്ട്. എപ്പോഴും ശുദ്ധമായിട്ടിരിക്കണം. അപ്പോൾ ശുദ്ധി പലതരത്തിലാണല്ലോ. ആ ശുദ്ധികളെയൊക്കെ ഒന്ന് നല്ലോണം നോക്കണം. അങ്ങനെ ആയാലേ ലക്ഷ്മി അവിടെ വാഴുള്ളൂ, രോഗങ്ങൾ വരാതിരിക്കുള്ളൂ. നഖം കൊണ്ട് നമ്മൾ തുളസി പൂവ് ഇറക്കുക, പുല്ല് വെട്ടുക, അതൊന്നും ചെയ്യാൻ പാടില്ല എന്നാ. അസന്തുഷ്ടൻ ദ്വിജനും ഉള്ളയിടം എൻ പ്രിയവാണിട. ഒരു ഗ്രാമത്തിൽ സന്തോഷമില്ലാത്തതായിട്ടുള്ളൊരു ബ്രാഹ്മണൻ ജീവിക്കുന്നത് വെച്ചാൽ ആ നാട്ടിൽ നിന്ന് ലക്ഷ്മി പോകുന്ന. വെളുപ്പിന് ഊണ് കഴിക്കുന്നോൻ, പകൽ നേരം ഉറങ്ങുവാൻ, സ്ത്രീ സംഘം പകലിൽ ചെയ്യുവാൻ, അങ്ങനെയുള്ള സ്ഥലവും എൻ പ്രിയ കൈവിടും. ആഹാരഹീനനും ശൂദ്രപ്രതിഗ്രാഹിയുമാം ദ്വിജൻ മന്ത്രദീക്ഷകളില്ലാത്തോനെയും എൻ പ്രിയ കൈവിടും. ഇപ്പോൾ ആചാരങ്ങളൊക്കെ തെറ്റിക്കുക, ഗായത്രി തൊട്ടുള്ള കാര്യങ്ങൾ ചെയ്യാത്തവരെ, അതേപോലെ ശൂദ്രന്മാർ കൊടുക്കുന്നതായിട്ടുള്ള ദാനങ്ങൾ വാങ്ങുക, അതൊന്നും പാടില്ല എന്നാ. അപ്പോൾ എന്താ അതിന് ചെയ്യാറും? ശൂദ്രന്മാർ ദാനം ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വാങ്ങുക? നേരിട്ട് വാങ്ങില്ല, മറിച്ച് അത് ദേവന് സമർപ്പിക്കാൻ പറയും. എന്നിട്ട് ആ ദേവൻ്റെ പ്രസാദമായിട്ട് നമ്മൾ വാങ്ങും. അതിന് പകരമായിട്ട് അങ്ങടെ എന്താ കൊടുക്കുക? സഹസ്രനാമം ജപിക്കും, അതേപോലെ വിഷ്ണു ഭുജംഗം ജപിക്കും. അങ്ങനെ ഭഗവാനെ പ്രാപിക്കാനുള്ള ഭാഗവതം വായിച്ചു കൊടുക്കും. അങ്ങനെയല്ലേ? അതൊക്കെ ചെയ്ത് കൊടുത്തിട്ടാണ് ആ പൈസ വാങ്ങുക. അപ്പോൾ അതിന് കുഴപ്പമില്ല. അതല്ലെങ്കിലോ അത് അവരുടെ പാപത്തെ നമ്മൾ ബ്രാഹ്മണർ വാങ്ങാനായിട്ട് മാറും. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല. ആചാരഹീനനും ശൂദ്രപ്രതിഗ്രാഹിയുമാം ദ്വിജൻ മന്ത്രദീക്ഷകളില്ലാത്തോനെയും എൻ പ്രിയ കൈവിടും. മെഴുക്കുകാലുമായി നഗ്നനായി ഉറങ്ങുന്ന മൂഢനും തുളവായനുമുള്ളയിടം വസിക്കാ സതിയാമവൾ. തലയ്ക്ക് തേച്ച തൈലം തൊട്ട് അന്യാംഗത്തിൽ പുരട്ടുവാൻ സ്വാംഗങ്ങളിൽ താൻ കൊട്ടുന്നോൻ ഇവരെയും വിടും രമ. ഇപ്പം നമ്മുടെ കൈകൾ മാത്രം കൊട്ടാം, ബാക്കിയുള്ളൊന്നും കൊട്ടാൻ പാടില്ല എന്നാ. കൈ കൊണ്ട് കാലിൽ താളം പിടിക്കുക, അങ്ങനെയൊന്നും പാടില്ല അത്രേ. അതുപോലെ വയറിൽ താളം പിടിക്കുക, അതൊന്നും പാടില്ല. ഉപവാസം വ്രതം സന്ധ്യ ഇവയില്ലാത്ത ഭൂസുരൻ വിഷ്ണുഭക്തി എഴാതുള്ളോൻ ഇവരെ കൈവിടും രമ. വിപ്രദ്വേഷിയെയും വിപ്രനിന്ദ ചെയ്യും ജനത്തെയും ഹിംസാലുവാം ക്രൂരനെയും കൈവിടും നിഖിലേശ്വരി. ഇപ്പോൾ ഒരാളെയും ദ്രോഹിക്കരുത്. ദേവനെയും ബ്രാഹ്മണനെയും പശുവിനെയും സ്ത്രീകളെയും ബാലരെയും സസ്യജാലങ്ങളെയും നന്നായിട്ട് തന്നെ രക്ഷിക്കുന്നവരുടെ അടുത്ത് എല്ലാ കാശും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാവും. ലക്ഷ്മി അവിടെ ഉണ്ടാവും. അല്ലാത്ത ദിക്കിലൊന്നും ലക്ഷ്മി ഉണ്ടാവില്ല. ഹരിതൻ പൂജയും നാമ സങ്കീർത്തനവും ഉള്ളിടം വിട്ടുപോകാരം ആ ദേവി സർവമംഗളമംഗള. കൃഷ്ണനെയോ കൃഷ്ണഭക്തനെയോ വാഴ്ത്തുന്നതാമിടം
ശ്രീകൃഷ്ണപ്രിയയ ദേവി വിട്ടുപോവില്ലൊരിക്കലും. സാളഗ്രാമം ശംഖനാദം ശംഖം തുളസി തന്തളം തത്പൂജയും ധ്യാനവും ഉള്ളിടവും കൈവിടാരമ. ശിവസങ്കീർത്തനം പുണ്യം ശിവലിംഗ അർച്ചനം തഥാ ദുർഗാപൂജാ സ്തുതികളും ഉള്ളിടം കൈവിടാരമ. വിപ്രാന്നദാനവും വിപ്രപൂജയും ദേവപൂജയും ഉള്ളയിടങ്ങളെ എന്നെന്നും കൈവിടാ പത്മനേർമുഖി. വിണ്ണോരോടി വണ്ണമോദിച്ചൊന്നാൻ രമയോടും വിഭൂരമേ പാൽക്കടലിൽ പോയി നിന്നംശം കൊണ്ടു പിറക്ക നീ. ഇപ്പോൾ ഇവിടെ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു? ഭഗവാനെ പൂജിക്കണം, മഹാദേവനെയും ലക്ഷ്മിയെയും കൃഷ്ണനെയും, അതേപോലെ വീട്ടിൽ ശംഖ സാളഗ്രാമം ഈ തുളസി ഇതൊക്കെ ഉണ്ടാവണം. പിന്നെ നാമകീർത്തനാദികളൊക്കെ ഉണ്ടാവണം. ദുർഗാപൂജ ചെയ്യണം, ബ്രാഹ്മണർക്ക് ഊട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള പഞ്ചയജ്ഞങ്ങളൊക്കെ ചെയ്യുന്ന വീടുകളിലേ ഞാൻ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം ലക്ഷ്മിയോട് പറഞ്ഞു, ഏതായാലും പാലാഴി കടയണ സമയത്ത് അവിടെ നിന്ന് പോയിട്ട് അവതരിക്കൂ, എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാം, എന്നെ വേലി കഴിച്ചോളൂ, എന്നാൽ അവർക്കുള്ളതൊക്കെ കിട്ടും എന്നിപ്രകാരം പറഞ്ഞു. അങ്ങനെ പാലാഴി മഥനത്തിനുള്ള ഏർപ്പാടുകളൊക്കെ വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. ലക്ഷ്മിയോടേവം അരുൾ ചെയ്തോതി പത്മജനോടവൻ വിധേ കടൽ കടഞ്ഞേകിയാലും വിണ്ണോർക്ക് ലക്ഷ്മിയെ. അന്തപുരത്തിലേക്കേവൻ ചെന്നണഞ്ഞൂര മാധവൻ വിണ്ണോരുമേറെ നാൾ കൊണ്ടു ചെന്നണഞ്ഞിതു പാൽക്കടൽ. മന്ദിരം കടകോലാക്കി കൂർമ്മത്തെ പാത്രമാക്കിയും കടഞ്ഞാർ ദേവദൈതേയർ ശേഷനെ കയറാക്കിയും. ഉച്ചൈശ്രവസ്തും നാൽക്കൊമ്പനാനയും പല രത്നവും ഉണ്ടായി ധന്വന്തരിയും സുധയും ലക്ഷ്മിയും തഥാ. അമ്മ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രനാരായണ. അമ്മ തന്നാശ്രയം ദേവി തന്നാശ്രയം, അമ്മയല്ലാതെ മറ്റില്ലെനിക്കാശ്രയം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീ മഹാദേവി നമ. ഇവിടെ പാലാഴി മഥനം കഥ ഇവിടെ വിസ്തരിച്ചിട്ടില്ല. കടഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം ഉണ്ടായത് കാമധേനുവാണ്. അത് ഋഷികൾക്ക് കൊടുത്തു യാഗാധികാരങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കൗസ്തുഭരത്നമൊക്കെ ഉണ്ടായി. അത് മഹാവിഷ്ണു തന്നെ, പത്മരാഗം എന്നുള്ള കൗസ്തുഭരത്നം അത് മഹാവിഷ്ണു തന്നെ സ്വീകരിച്ചു. ഉച്ചൈശ്രവസ്സ എന്ന കുതിര അത് മഹാബലിക്ക് കൊടുത്തു. പിന്നെ പാരിജാതം അപ്സരസ്സുകൾക്ക് സ്വർഗത്തിലേക്ക്, അപ്സരസ്സുകൾ പാരിജാതം ഇതൊക്കെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ഐരാവതം അതും ഇന്ദ്രൻ തന്നെ കൊണ്ടുപോയി. ശ്രീഭഗവതി ലക്ഷ്മി രമ അത് വിഷ്ണുവിന് കിട്ടി എന്നാണ്. അപ്പോൾ അതുപോലെ വാരുണി മദ്യം അസുരർക്ക് കിട്ടി. പിന്നെ അമൃത് കിട്ടി, അത് ധന്വന്തരി ആണ് കൊണ്ടുവന്നത്. അത് ദേവന്മാർക്ക് മാത്രം വിളമ്പിക്കൊടുത്തു എന്നും അസുരന്മാർക്ക് കിട്ടിയില്ല എന്നും. അസുരന്മാരുടെ ഇടയ്ക്ക് വന്ന് ഈ സ്വർഭാനു സിംഹികാപുത്രനായിട്ട് സ്വർഭാനു അത് കഴിച്ചുവെന്നും ആ സിംഹികാസുതനായിട്ടുള്ള സ്വർഭാനുവിൻ്റെ ശിരച്ഛേദം ചെയ്തപ്പോൾ, സുദർശന ചക്രം കൊണ്ട് ശിരച്ഛേദം ചെയ്തപ്പോൾ തല രാഹുവായി എന്നും ഉടൽ 100 കഷ്ണങ്ങളായിട്ട്, പലചക്രം കൊണ്ടപ്പോൾ 100 ചക്രങ്ങളായിട്ട് 100 കഷ്ണങ്ങളായിട്ട് കേതുക്കളായി എന്നും. അതിനെ ഖേടപദവി അമ്മ കൊടുത്ത് നവഗ്രഹങ്ങളാക്കി. 7 ഗ്രഹങ്ങളെ ഉണ്ടാകുന്നുള്ളൂ, അത് 2 ഗ്രഹങ്ങളും കൂടി ഈ രാഹു കേതുക്കളായിട്ട് മാറി എന്നാണ്. അത് കർമ്മഫലമായിട്ടാണ് പറയാറ്. മറ്റേ സർപ്പങ്ങളായിട്ടാണ് പറയുക. ആ രംഗത്തെയാണ് അവിടെ പറയണത്. ഈ രമയെ വിഷ്ണു വേളി കഴിച്ചു എന്നും. അപ്പോൾ നമ്മൾ ലക്ഷ്മി വിവാഹമായിട്ട് ഇത് വളരെ വിസ്തരിച്ച് ഈ ദിവസം നമ്മൾ കൊണ്ടാടാറുണ്ട്. ശ്രീ മഹാദേവി നമ. ഒരു 7ാമത്തെ ദിവസമൊക്കെ ഉച്ചയ്ക്ക് ഒക്കെ നടക്കുന്നതായിട്ടുള്ള വലിയ ഘോഷം ആണ്. 4 മണിയോട് കൂടിയിട്ട് 5 മണിക്കുള്ളിൽ വളരെ ഗംഭീരമായിട്ട് ഈ നവാഹ യജ്ഞത്തിൽ ലക്ഷ്മി വിവാഹം എന്ന നിലയ്ക്ക് ഇത് ചെയ്യാറുണ്ട്. ശ്രീ മഹാദേവ്യൈ നമ. ഓം. ഉച്ചൈശ്രവസ്സും നാൽക്കൊമ്പനാനയും പലരത്നവും ഉണ്ടായി ധന്വന്തരിയും സുധയും ലക്ഷ്മിയും തഥാ. പാലാഴിയിൽ പള്ളികൊള്ളും ചേലാളും വിഷ്ണുവിനുടൻ വനമാലയെ അർപ്പിച്ചാൽ സതിയാം കടലിൻ മകൾ. അമ്മ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രനാരായണ. അമ്മ തന്നാശ്രയം ദേവി തന്നാശ്രയം, അമ്മയല്ലാതെ മറ്റില്ലെനിക്കാശ്രയം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അച്യുതാനന്ദ ഗോവിന്ദ. വിഷ്ണു നാരായണ അമൃതാരോഗാന്മേ നാശാശേഷാൻ ആശു ധന്വന്തരേ ഹരേ. ഓം മഹാലക്ഷ്മി ച വിദ്മഹേ സർവശക്തി ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാൽ. ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരിമൂർത്തിയെ അമൃതകലശഹസ്തായ സർവാമയ വിനാശായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ സ്വാഹ. ഓം. ശ്രീ മഹാദേവ്യൈ നമ. ഓം. ഈ ശിവപാർവതിമാരുടെ വിവാഹമായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ അത് 7ാമത്തെ സ്കന്ധത്തിൽ ഒടുക്കത്തെ പാർവതി ഹിമവാന് കൊടുക്കുന്ന ഉപദേശത്തിൻ്റെ ഏറ്റവും അവസാനം.
ആ സമയത്താണ് ശിവപാർവതി വിവാഹമായിട്ടാണ് നടത്തണമെങ്കിൽ പതിവ്. അപ്പോൾ ഒരു ദിവസം കൂടി മുന്നെയാണ് അത് നടത്താറുമെന്ന് സാരം. വളരെ കുറവായിട്ടേ നടത്താറുള്ളൂ, വളരെ കുറച്ച് സന്ധ്യയൊക്കെ ആവും. ശ്രീ മഹാദേവ്യേ നമ. അത് 5-ാമത്തെ ദിവസം വൈകുന്നേരത്ത് സന്ധ്യയ്ക്കാണ് അത് പതിവ്. അപ്പോൾ അതിൻ്റെ വായനയ്ക്ക് ലേശ വ്യത്യാസങ്ങളൊക്കെ സാധാരണ വരാറുണ്ട്. ആദ്യത്തെ ഭാഗങ്ങളൊക്കെ കുറച്ച് ചുരുക്കിയിട്ടാണ് പിന്നെ ഈ 5-ാമത്തെ ദിവസം വൈകുന്നേരം സന്ധ്യയ്ക്ക് ഏറ്റവും ഒടുക്കത്തെ വായന അതാണ് വരിക. ശ്രീ മഹാദേവ്യൈ നമ. ഓം ഉച്ചൈസ്രവസ്സും 4 കൊമ്പനാനയും പല രത്നവും ഉണ്ടായി ധന്വന്തരിയും സുധയും ലക്ഷ്മിയും തഥാ പാലാഴിയിൽ പള്ളികൊള്ളും ചേലാളും വിഷ്ണുവിനുടൻ വനമാലയെ അർപ്പിച്ചാൾ സതിയാം കടലിൻ മകൾ ബ്രഹ്മേശസുരരാൽ വാഴ്ത്തി പൂജിക്കപ്പെട്ടൊര സതി കടക്കണ്ണാൽ സ്വർഗഭൂവിനണച്ചാൾ ശാപമുക്തിയും മഹാലക്ഷ്മി പ്രസാദത്താൽ വരദാനത്തിനാലുമേ ദൈത്യഗ്രസ്തം സ്വരാജ്യത്തെ പ്രാപിച്ചാർ സുരരും മുനേ സാരഭൂതം സുഖദമാം ലക്ഷ്മി ഉപാഖ്യാനമുത്തമം സർവം കഥിച്ചേൻ ഇനി എന്തിച്ച കേൾക്കുവതിന്നുതേ. മഹാലക്ഷ്മി ഉപാഖ്യാനം എന്ന 41-ാം അധ്യായം സമാപ്തം. സർവത്ര ശ്രീമദ് ദേവി നാമസങ്കീർത്തന. ശ്രീ മഹാദേവ്യൈ നമ. അപ്പോൾ എല്ലാവർക്കും വേണ്ടതൊക്കെ കിട്ടി ലക്ഷ്മി വിഷ്ണു വിവാഹം കഴിഞ്ഞോട് കൂടിയിട്ട്. അപ്പോൾ അവിടെ എല്ലാം സമാധാനമായിപ്പോൾ ഇന്ദ്രൻ ആ ലക്ഷ്മിയെ പൂജിക്കുന്നതായിട്ട് അതിവിസ്തൃതമായിട്ടുള്ളൊരു പൂജയാണ്. 16 ഉപചാരത്തോടെയുള്ള പൂജ. അതൊരു അനവധി സാധനങ്ങൾ 40 സാധനങ്ങൾ ഒരുമിച്ച് കൊടുക്കുകയാണ്. നമുക്കത് കേൾക്കാം. പൂജാവിധിയാണ്, കേട്ടാൽ തന്നെ കരച്ചിൽ വരും നമുക്ക്. ശ്രീ മഹാദേവ്യൈ നമ. 74 ശ്ലോകമുള്ള 4-ാമത്തെ അധ്യായമാണ് ഇത്. ശ്രീമദ് ദേവി മഹാഭാഗവതം 9-ാം സ്കന്ധം 42-ാം അധ്യായം. ശ്രീനാരദൻ ഓം ഹരികീർത്തനവും ശ്രേഷ്ഠമാകും തൽ ജ്ഞാനവും പ്രഭോ ലക്ഷ്മി ഉപാഖ്യാനവും കേട്ടേൻ സ്തോത്ര ധ്യാനങ്ങൾ ചൊൽഗനീ. നാരായണൻ ലക്ഷ്മി എങ്ങനെയാണ് പൂജിക്കേണ്ടത്, സ്തോത്രം എന്തൊക്കെയാണ്, മന്ത്രം എന്തൊക്കെയാണ്, അതൊക്കെ പറയുകയാണ്. നാരായണൻ അന്നാൾ തീർത്ഥസ്നാനവും ചെയ്തിന്ദ്രൻ വെൺപട്ടുടുത്തുലൻ പാലാഴിയിൽ ഘടം സ്ഥാപിച്ചർച്ചിച്ചാൻ ഷഡ്സുരേശ്വരേ. ഗണേശൻ ഭാസ്കരൻ വന്നി വിഷ്ണു ദുർഗാ സദാശിവൻ പൂജിച്ചാനീ 6 പേരെ ഭക്തിയാ പുഷ്പാദിയാലവൻ. അതാണ് ഈ ആദിത്യം, അംബികാം, വിഷ്ണു, ഗണനാഥം, മഹേശ്വരം, വന്യം ച. അങ്ങനെയാണ് 6 ദേവതകളെ പൂജിച്ചിട്ട് വേണം പൂജ ചെയ്യാനുള്ള അർഹത കിട്ടാൻ. അത്രയ്ക്കുണ്ട്. ഗണേശൻ, ഭാസ്കരൻ, വന്നി, വിഷ്ണു, ദുർഗാ, സദാശിവൻ പൂജിച്ചാനീ 6 പേരെ ഭക്തിയാ പുഷ്പാദിയാലവൻ. ഇതെന്നും നമ്മൾ ചെയ്യാൻ വേണം. ആവാഹിച്ചു ഘടത്തിങ്കൽ ഐശ്വര്യവതി ലക്ഷ്മിയെ പൂജിച്ചു ശക്രൻ വിധിയും കുലാചാര്യനുമൊത്തുടൻ വിപ്രന്മാരും മുനികളും ഗുരുവും ബ്രഹ്മദേവനും ഹരിയും ഹരനും മറ്റു സുരരും നോക്കി നിൽക്കവേ ചന്ദനത്തിൻ നീരിൽ മുക്കി പാരിജാത സുമങ്ങളാൽ മഹാലക്ഷ്മി പൂജ ചെയ്തു. വാസവൻ ധ്യാനനിഷ്ഠനായി സാമവേദോക്തമാധ്യാനം ബ്രഹ്മാവിനു പുരാഹരി ഉപദേശിച്ചതാണ്. ആയതോതാം ഞാൻ കേട്ടുകൊള്ളുക നീ. ഓം സഹസ്രതലപത്മത്തിൻ ബീജകോശോപരിസ്ഥിത ശരത്തിലെ പൂർണ്ണചന്ദ്രകോടിതൻ പ്രഭ തൂകുവോൾ സ്വതേജസാൽ ജ്വലിക്കുന്നോൾ സുഖദൃശ്യ മനോഹരി കാച്ചിമുക്കിയ തങ്കത്തിൻ നിറമാണ്ടോൾ പരാൽപര മഞ്ഞപ്പൂന്തുകിലും രത്നഭൂഷയും ചാർത്തി മിന്നുവോൾ കുളിർപുഞ്ചിരി തൂകുന്നോൾ നിത്യ സുസ്ഥിര യൗവന സർവസമ്പത്തുമേകുന്നോൾ നാനാ ഗുണമെഴുന്നവൾ ശുദ്ധയാമം മഹാലക്ഷ്മി തന്നെ ധ്യാനിപ്പൂ ഞാൻ സദാ. അമ്മയുടെ രൂപത്തെ ഒന്ന് ധ്യാനിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നു. ഏവം ധ്യാനിച്ചു പൂജിച്ചു ഭക്തിയാ വേദവിധിപ്പടി പ്രശസ്തം വിവിധം ശ്രേഷ്ഠം 16 ഉപചാരവും മന്ത്രപൂർവം നൽകി ദേവിക്ക് ഓരോന്നായിട്ടു വാസവൻ. ഇനി പൂജയുടെ ഒരു 16 ഉപചാരത്തോട് കൂടിയിട്ടുള്ള പൂജയെക്കുറിച്ച് പറയുകയാണ്. അവിടെ മൂലമന്ത്രം ഓം ശ്രീം ഹ്രീം ക്ലീം ഐം കമലാവാസിന്യൈ സ്വാഹ എന്നാണ് മൂലമന്ത്രം. അതേപോലെ ധനലക്ഷ്മി, ആദിലക്ഷ്മി, ധാന്യലക്ഷ്മി, ധൈര്യലക്ഷ്മി, ഗജലക്ഷ്മി, സന്താനലക്ഷ്മി, ജയലക്ഷ്മി, വിദ്യാലക്ഷ്മി, ഇങ്ങനെ അഷ്ടലക്ഷ്മികളെ പൂജിച്ചു. പൂജ ചെയ്യുന്ന സമയത്ത് വളരെയധികം നിർബന്ധമായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യത്തെ പറയാം. പൂർണ്ണം പൂരിതം ചെയ്വ ശുദ്ധ്യ ഭക്തിയ സമർപ്പിതം ദൃഷ്ട്വാപി നിർമ്മലം ചെയ്വ നൈവേദ്യസ്യ ചതുർഗുണൈഹി. ഉണ്ടാക്കുന്നതായിട്ടുള്ള സാധനം ഈ പൂജാരി മാത്രമേ കാണാവൂന്ന. പരമാവധി തടപ്പള്ളിയിൽ വെക്കണതായിട്ടുള്ള ആളും കീഴ്ശാന്തി അദ്ദേഹത്തിനും കാണാം. അത് പൂർണ്ണമാവണം. പിന്നെ വേണ്ടത്ര അതിലെല്ലാം ഉണ്ടാവണം. പഞ്ചാര പായസമാണെന്ന് വെച്ചാൽ പഞ്ചാരയും പാലും ഉണ്ടാവണം. അതുപോലെ കുറയരുതെന്നർത്ഥം. അതേപോലെ തന്നെ വാരി വേവണം. അങ്ങനല്ലേ. പിന്നെ പൂരിതമാവണം. ശുദ്ധിയോട് കൂടിയിട്ട് ഭക്തിയോട് കൂടിയിട്ട് സമർപ്പിക്കണം.
മറ്റൊരാൾ കാണാൻ പാടില്ല, അതിൻ്റെ മണം മറ്റൊരാൾക്ക് കിട്ടാൻ പാടില്ല. അങ്ങനെ നൈവേദ്യത്തിൻ്റെ ഗുണങ്ങൾ അനവധി. ഏവം ധ്യാനിച്ചു പൂജിച്ചു ഭക്തിയാ വേദവിധിപ്പടി പ്രശസ്തം വിവിധം ശ്രേഷ്ഠം 16 ഉപചാരവും മന്ത്രപൂർവം നൽകി ദേവിക്ക് ഓരോന്നായിട്ടു വാസവൻ കിടയറ്റുള്ള രത്നങ്ങൾ പതിച്ച് അത്ഭുതമാം വിധം വിശ്വകർമാവാൽ കൃതം ഈ ആസനം സ്വീകരിക്ക നീ. അപ്പോൾ പീഠം കൊടുത്തു ആദ്യം. ശുദ്ധം ഗംഗാജലമിതാ സർവേഷ്ടം സർവവന്ദിതം സർവപാപഹരം സ്വീകരിച്ചാലും മലർമാനിനി. അവിടെ അർഘ്യപാദ്യ ആചമനീയം ഇങ്ങനെയൊക്കെ കൊടുക്കുകയാണ്. പൂവും കറുകയും ചന്ദനാദിയും ചേർന്നൊരിജ്ജലം ശംഖസ്ഥിതം പുണ്യമർഘ്യം സ്വീകരിക്കുക പത്മജേ. മണമൂലം പുഷ്പതൈലം ദേഹസൗന്ദര്യവർദ്ധകം നെല്ലിക്കാപ്പൊടിയും സ്വീകരിച്ചാലും ഹരിപ്രിയേ. അർഘ്യപാദ്യ ആചമനീയങ്ങളുടെ വിധി പറയാണ്. അതിനുശേഷം പരുത്തിത്തുകിലും പട്ടുതുണിയും സ്വീകരിക്ക നീ. താമ്രാണി ചന്ദനം അഖിലാദിയാൽ സൗരഭോജ്വലം പെട്ടെന്ന് തൂമയേറ്റും നല്ല അഴകിൻ കേന്ദ്രം ഉത്തമം പവിത്രമാം ധൂപമിതാ സ്വീകരിക്ക ഹരിപ്രിയേ. സുഗന്ധമിശ്രം സുഖദം ചന്ദനം സ്വീകരിക്ക നീ. ജഗത്തിനൊക്കെയും കണ്ണായി ശുദ്ധമായി സുഖരൂപമായി ഇരുട്ടകറ്റും ഈ ദീപം സ്വീകരിക്ക സുരേശ്വരി. നാനാരസങ്ങൾ ഉൾച്ചേർന്നിട്ട് അതിസ്വാദേകിടുന്നതായി അർപ്പിക്കും ഈ നിവേദ്യങ്ങൾ സസ്നേഹം സ്വീകരിക്ക നീ. പ്രാണസംരക്ഷണത്തിനു കാരണം ബ്രഹ്മരൂപകം തുഷ്ടിയും പുഷ്ടിയും നൽകും ഹവിസ്സും സ്വീകരിക്ക നീ. വരിനെല്ലരിയും നെയ്യും കുളവും ചേർത്തു പാകമായി വേവിച്ചോരി സ്വാദുകരം പായസം സ്വീകരിക്ക നീ. നെയ്യും ശർക്കരയും ചേർത്ത് വേവിച്ച് രുചിവർദ്ധകം സ്വസ്തികം ഭക്തിപൂർവം ഞാനേകുന്നേൻ സ്വീകരിക്ക നീ. പാകത്തിൽ വെന്തരമ്യങ്ങൾ നാനാ അന്നങ്ങൾ ഫലങ്ങളും രുചിപ്രദം സുരഭിയെ കറന്നിപ്പോഴെടുത്തതായി ഉള്ളിനിണങ്ങും ഈ പാലും സ്വീകരിക്ക ഹരിപ്രിയെ. കരിമ്പിൽ നിന്നൂറ്റിയെടുത്ത് അതിസ്വാദു കലർന്നതായി തീയിൽ വേവിച്ച ഗുളവും സ്വീകരിക്കുക പത്മജേ. ഗോതമ്പും യവവും ശീലപ്പൊടിയാക്കിയെടുത്തതിൽ നറുനൈവെല്ലവും ചേർത്ത സുപക്വ അന്നം ഗ്രഹിക്ക നീ. ധാന്യപ്പൊടികളും സ്വസ്തികാദിയും ചേർത്തു പാകമായി വേവിച്ചേകുന്നോരീ നൈവേദ്യത്തെയും സ്വീകരിക്ക നീ. തനുത്ത തൈ മണിത്തന്നൽ ഏകി ദാഹം കെടുക്കുവാൻ ഈ ആലവട്ടവും വെഞ്ചാമരവും സ്വീകരിക്ക നീ. കർപ്പൂരവും കരയാമ്പൂവും മറ്റും കൊണ്ട് സുവാസിതം നാവിൻ ജാഡ്യം തീപ്പൊരി നൽ താമ്പൂലം സ്വീകരിക്ക നീ. ദാഹം കെടുപ്പതായി ലോകജീവനത്തിനു ഹേതുവായി മണം പെറും നൽ കുളിർനീരിത് കൈക്കൊള്ളുകമ്പികേ. ഇപ്പോൾ അവിടെ ജലം കുടിക്കാനുള്ള കൊടുക്കണം, അതിനുശേഷം ഇളനീരൊക്കെ കൊടുക്കണം കേട്ടോ. ദേഹകാന്തിക്കു മാറ്റേറ്റി സൗന്ദര്യത്തിൻ നിദാനമായി മിന്നുമീ വസ്ത്രവും പട്ടുചേലയും സ്വീകരിക്ക നീ. ശോഭക്കിരിപ്പിടം ശോഭാകരം ശോഭാവിവർദ്ധനം രത്ന സ്വർണ്ണകൃതം ഭൂഷാജാലവും സ്വീകരിക്ക നീ. ഇപ്പോൾ വസ്ത്രം ആദ്യവും വസ്ത്രം കൊടുക്കണം, പിന്നീടും വസ്ത്രം കൊടുക്കണം. പിന്നെ ഈ ആഭരണം തുടങ്ങിയുള്ളതൊക്കെ പ്രത്യേകം കൊടുക്കണം. ആദ്യം തുളസിമാല മറ്റു മാലകളൊക്കെ വേണം, പിന്നെ സ്വർണ്ണമാല രത്നമാല ഇങ്ങനെയൊക്കെ കൊടുക്കണം എന്നാ. ഋതുക്കളാറിലും ശോഭവിതരും പല പൂക്കളാൽ കുരുത്തമാല്യം കൈക്കൊള്ളുക സുരഭൂപപ്രിയങ്കരം. ശുദ്ധിരൂപം ശുദ്ധികരം സർവമംഗളമംഗളം ഗന്ധദ്രവ്യങ്ങളാൽ തീർത്ത കളഭം സ്വീകരിക്ക നീ. പുണ്യതീർത്ഥോദകം ശുദ്ധം സർവദാ ശുദ്ധിദായകം കൃഷ്ണകാന്തേ ഗ്രഹിച്ചാലും രമ്യം ആചമനീയകം. ശ്രേഷ്ഠരത്നമയം ദിവ്യവസ്ത്രഭൂഷാദ്യലങ്കൃതം പുഷ്പഗന്ധാഢ്യം ഈ തൽപ്പം സ്വീകരിച്ചാലും അംബികെ. തൽപ്പം എന്ന് പറഞ്ഞാൽ കട്ടിലെ കിടക്ക. അപ്പോൾ അത് പ്രത്യേകമായിട്ടുള്ള കട്ടിലും കിടക്കൊക്കെ ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം സുഖമായിട്ട് കിടത്തി ഉറക്കണം, വീശി കൊടുക്കണം, ഇതൊക്കെ വേണം. എങ്ങും സുദുർലഭം കേട്ടു കേൾവി പോലുമില്ലാത്തതും ദിവ്യഭൂഷാ ഭോഗ്യവസ്തു അഖിലം സ്വീകരിക്ക നീ. മൂലമന്ത്രത്തോടെ ദ്രവ്യം ഓരോന്നായേകി വാസവൻ ഒരു കഴിച്ചാനാ മന്ത്രം ഭക്തിപൂർവം വിധിപ്പടി. നമ്മൾ സാധാരണ എന്താ ചെയ്യുക അത് അർഘ്യപാദ്യാദികളെ കൊണ്ടാണ് കൊടുക്കുക. അപ്പോൾ ഒപ്പം ഈ ശംഖിലെ വെള്ളമാണ് ഇങ്ങനെ ഓരോ ഇറ്റായിട്ട് കൊടുക്കുക. അർഘ്യമിതം പാദ്യമിതം ആചമനീയമിതം മധുവർക്കമിതം സ്നാനമിതം എന്നൊക്കെ പറഞ്ഞ്, അതേപോലെ തന്നെ സർവരാജോപചാര എന്നൊക്കെ സമർപ്പിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു. ശ്രീ മഹാദേവി നമ. ഓം വിരിഞ്ചനാൽ ദത്തമാമാ മന്ത്രം കൽപദ്രുമോപമം 10 ലക്ഷം ജപിച്ചിന്ദ്രൻ നേടിനാൻ മന്ത്രസിദ്ധിയും. ലക്ഷ്മീമായ കാമവാണി പൂർവം സ്വാഹാന്തമായി തഥാ ചതുർത്ഥന്തം കമലാവാസിനി മന്ത്രം ഇതുത്തമം. കുബേരൻ പരം ഐശ്വര്യവാനായി മന്ത്രം ഇതൊന്നിനാൽ. ആ മന്ത്രമാണ് ഈ ലക്ഷ്മി ബീജം ശ്രീംകാരം, മായാബീജം ഹ്രീംകാരം, കാമബീജം ക്ലീംകാരം, വാണി ബീജം സരസ്വതി ബീജം ഐംകാരം. അപ്പം അതിന് 4 ബീജമുണ്ട്. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം. പിന്നെ കമലാവാസിനിയാണ് എന്ന് വെച്ചാൽ താമരയിൽ വസിക്കുന്ന
ആ അമ്മയ്ക്ക് സ്വാഹ സമർപ്പിക്കുന്നു എന്നർത്ഥത്തിലാണ്. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം കമലാവാസിന്യൈ സ്വാഹ എന്ന് 4 ഈ ബീജമന്ത്രാക്ഷരങ്ങളും പിന്നെ അമ്മയുടെ ഇരിപ്പിടം കണക്കാക്കിക്കൊണ്ട് കമലാവാസിന്യൈ അമ്മയ്ക്കായിട്ട് സമർപ്പിക്കുന്നു എന്ന് സ്വാഹ. ഇങ്ങനെ 10 ലക്ഷം മന്ത്രം. അതല്ല വെച്ചാൽ ഈ മറ്റേ അക്ഷരലക്ഷം അർത്ഥം 1 2 3 4 5 6 7 8 9 10 11 12 12 അക്ഷരമുണ്ട്. അപ്പോൾ 12 ലക്ഷം കഴിക്കണം, ഉരുക്കഴിക്കണം. ദ്വാദശാക്ഷരി എന്നാണ് ഇതിന് പേര്. അപ്പോൾ അതുകൊണ്ട് ആ മന്ത്രം 10 ലക്ഷം എന്ന് വെച്ചാൽ അവിടെ 12 ലക്ഷം തന്നെ കൊടുത്തിട്ടുണ്ടാവും, ജപിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് സിദ്ധി കിട്ടുക. ലക്ഷ്മീമായ കാമവാണി പൂർവം സ്വാഹാന്തമായി തഥാ ചതുർത്ഥ്യന്തം കമലാവാസിനി മന്ത്രമിതുത്തമം കുബേരൻ പരമൈശ്വര്യവാനായി മന്ത്രമിതൊന്നിനാൽ. ഇനി ഓരോരുത്തരും ഈ മന്ത്രത്തെ ഉപാസിച്ചുകൊണ്ട് പലതും നേടി എന്ന് പറയാണ്. രാജാധിരാജനായ ദക്ഷൻ സാവരണ്യമനുവും മുനെ മംഗളം താനും ഇതിനാൽ സപ്തദ്വീപാധിനാഥനായി പ്രിയവ്രതൻ ധ്രുവനും കേദാര നൃപനും മുനെ ഈ മന്ത്രത്താൽ തന്നെ തീർന്നാറ് സിദ്ധരാം നൃപവര്യരായി. ശ്രേഷ്ഠരത്ന വിമാനത്തിൽ വരദായിനി ലക്ഷ്മിയെ കാണുമാറായി മന്ത്രസിദ്ധി വന്നോരിന്ദ്രനു തൽക്ഷണം. ദീപേഴും ഭൂവിനെ താൻ സ്വതേജസ്സാൽ മറയ്ക്കുമ്പോൾ തൂവെള്ള ചമ്പക നിറം പൂണ്ട രത്നവിഭൂഷയാൾ പുഞ്ചിരിക്കൊഞ്ചലാൽ ഭക്തന്മാർക്ക് അനുഗ്രഹമേകുവോൾ കോടി തിങ്കൾ തൂമ തൂകി മുത്തുമാലയണിഞ്ഞവൾ ഏവമശാന്തയാം ദേവദേവിയെ കണ്ടു വാസവൻ. അണപൊട്ടിയ കണ്ണീരും കുളിർ കോരിയമെയ്യുമായി സർവാഭീഷ്ടപ്രദം ബ്രഹ്മദത്തം നിഗമ വിശ്രുതം ശ്രേഷ്ഠമന്ത്രം കൊണ്ട് വാഴ്ത്തി കൂപ്പുകയ്യൊത്തു ദേവിയെ. ശ്രീ മഹാദേവിയെ നമ. ഇനി അതിഗംഭീരമായിട്ടൊരു സ്തുതിയാണ്. സ്തുതി കേൾക്കാം. പുരന്ദരൻ എന്നുള്ള ഇന്ദ്രനാണ് ഈ പൂജ ചെയ്യുന്നത്. കാരണം ഇത് 7ാമത്തെ മന്വന്തരത്തിൽ, ഇപ്പോൾ വൈവസ്വതൻ്റെ മന്വന്തരത്തിൽ പുരന്ദരനാണ് ഇന്ദ്രൻ. ശ്രീ മഹാദേവേ നമ. പുരന്ദരൻ. ഓം കൈതൊഴാം കമലാവാസേ തൊഴാം നാരായണപ്രിയേ കൃഷ്ണകാന്തേ മഹാലക്ഷ്മി സതതം കൈതൊഴാം തൊഴാം. ചെന്താരിതൾ കണ്ണുകളും ചെന്താരിൻ മണിപീഠവും ചെന്താർവദനവും പൂണ്ട ചെന്താർമാനിനി കൈതൊഴാം. സർവാരാധ്യേ കൈതൊഴുന്നേൻ സർവസമ്പൽ സ്വരൂപിണി ഹരിഭക്തിപ്രദേ കൈകൂപ്പുന്നേൻ ഹർഷപ്രദായിനി. കൃഷ്ണൻ്റെ മാറത്തു വാഴും കൃഷ്ണേശേ കൈതൊഴാം തൊഴാം. രത്നപത്മേ ശോഭനാംഗി ചന്ദ്രശോഭാസ്വരൂപിണി സമ്പത്യധിഷ്ഠാതൃദേവി മഹാദേവി നമോസ്തുതേ. വൃദ്ധിപ്രദേ വൃദ്ധിരൂപേ നമസ്തേ വിഷ്ണുവല്ലഭേ. വൈകുണ്ഠത്തിൽ മഹാലക്ഷ്മി ലക്ഷ്മി പാലാഴിങ്കൽ നീ. നാഗത്തിൽ നീ സ്വർഗലക്ഷ്മി ഭൂപങ്കൽ ഭൂപലക്ഷ്മി നീ. ഗൃഹലക്ഷ്മി ഗൃഹസ്ഥന് ഗൃഹത്തിൽ ഗൃഹദേവത. പാലാഴി പെറ്റ സുരഭി യജ്ഞൻ തൻ പത്നി ദക്ഷിണ. ദേവമാതാവ് അതിഥി നീ പത്മവാസിനി പത്മയും. ഹവിർദാനത്തിൽ നീ സ്വാഹ കവ്യദാനത്തിൽ നീ സ്വധ. ഹോമിക്കുന്ന സമയത്ത് സ്വാഹയായിട്ടും ശ്രാദ്ധാദി പിണ്ടങ്ങൾ വയ്ക്കുന്ന സമയത്ത് സ്വധയായിട്ടും. വിഷ്ണു സ്വരൂപ നീയേ സർവാധാരധരിത്രിയും. സത്വസ്വരൂപ നീയേ നാരായണപരായണ. ക്രോധഹിംസാദിയറ്റോൾ നീയേ വരദ ശാരദ. തത്വബോധങ്ങളും വിഷ്ണുദാസ്യവും നൽകിടും പര. നീയൊഴിഞ്ഞാൽ ജഗത്തെല്ലാം വെറും വെണ്ണീറു താൻ ശുഭേ. ചത്തതിനൊക്കുമേ നീയില്ല ഞാലീ വിശ്വമൊക്കെയും. ഏവർക്കും ശ്രേഷ്ഠയാമമ്മ ഏവർക്കും ബന്ധുരൂപിണി. ധർമാർത്ഥ കാമമോക്ഷങ്ങൾക്കെല്ലാം നീ ഹേതുരൂപിണി. അമ്മിഞ്ഞയുണ്ണും ആ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അമ്മയെന്ന പോൽ ആർക്കും എന്നെന്നും ഓരോരോ രൂപത്തിൽ തായ തന്നെ നീ അമ്മ തന്നെ നീ. മുലയുണ്ണാതെ ഭാഗ്യത്താൽ ജീവിച്ചേക്കാം ഒരർഭകൻ. നൂനം നീ എന്നിയെ മഞ്ഞൾ ജീവിക്കാൻ ആർക്കുമൊത്തിടാ. ഒരു മാക്സിമത്തിലാണ് പറയണത്. സാധാരണഗതിയിൽ അമ്മയ്ക്ക് സ്തന്യം കൊടുക്കാതെ കണ്ടൊരു കുട്ടിയെ വളർത്തി എളുപ്പമല്ല. അമ്മയ്ക്ക് സ്തന്യം കൊടുക്കാഞ്ഞാൽ അമ്മയ്ക്ക് ബുദ്ധിമുട്ട്, സ്തന്യം കിട്ടാഞ്ഞാൽ കുട്ടിക്ക് ബുദ്ധിമുട്ട്. പക്ഷേ അമ്മ മരിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. എന്നാലും ആ കുട്ടി രക്ഷപ്പെടാറുണ്ട്. പക്ഷേ ഈ മഹാദേവി ഇല്ലെങ്കിൽ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. അമ്മിഞ്ഞ ഉണ്ണും ആ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അമ്മ എന്ന പോൽ ആർക്കും എന്നും എന്നും ഓരോരോ രൂപത്തിൽ മാത തന്നെ നീ. മുലയുണ്ണാതെ ഭാഗ്യത്താൽ ജീവിച്ചേക്കാം ഒരു അർഭകൻ. നൂനം നീ എന്നിയെ മണ്ണിൽ ജീവിക്കാൻ ആർക്കുമൊത്തിടാ. ഇപ്പോൾ കുട്ടിക്ക് അമ്മയില്ലെങ്കിലും ജീവിക്കാം. പക്ഷേ അമ്മയില്ലാതെ കണ്ട് ഈ നമ്മളെ പോലുള്ള ഓരോരുത്തർക്കും ജീവിക്കാൻ സാധിക്കില്ല എന്ന് സ്തുതിച്ചു. ഇന്ദ്രനാണ് സ്തുതിക്കുന്നത്, നമ്മളാണ് സ്തുതിക്കുന്നത്.
സുപ്രസന്നെ കനിഞ്ഞാലും എന്നിൽ നീ ജഗദംബികെ വീണ്ടു തന്നാലും എൻ വൈരിഗ്രസ്തം രാജ്യം സനാതനി. നീയൊഴിഞ്ഞപ്പോഴേ ബന്ധുഹീനനായി ധനഹീനനായി കേവലം ഞാൻ ഭിക്ഷുവായി പോയി പത്മജേ വിഷ്ണുവല്ലഭേ. ജ്ഞാനവും ധർമ്മവും സർവസൗഭാഗ്യങ്ങളും ഇഷ്ടവും പ്രതാപവും പ്രാഭവവും നഷ്ടസർവാധികാരവും ഐശ്വര്യവും പോരിലെങ്ങും ജയവും നൽകമേ ശുഭേ. എന്നോതി മറ്റു ദേവന്മാരെല്ലാം ചേർന്നു പുരന്തരൻ വീണ്ടും വീണ്ടും വീണുകൂപ്പി ദേവിയെ കണ്ണുനീരൊടും. നന്നായിട്ട് തന്നെ സ്തുതിച്ചു, വീണ്ടും വീണ്ടും നമസ്കരിച്ചു. മറ്റുള്ളവരൊക്കെയും കൂടി ത്രിമൂർത്തികളൊക്കെ കൂടി നടത്തും. ബ്രഹ്മാവും വിഷ്ണുവും ശിവനും ശേഷനും ധർമ്മദേവനും വീണ്ടും വീണ്ടും സുരന്മാർ തൻ പേരിൽ പ്രാർത്ഥിച്ചു ദേവിയെ. സുരർക്കു വരവും നൽകി മാൺപെഴും വനമാലയെ വിഷ്ണുവിന്ന സഭയിൽ വെച്ചേകിനാൾ ലക്ഷ്മി തുഷ്ടയായി. അപ്പോൾ ഈ സമയത്താണ് ആ ലക്ഷ്മി വിവാഹം നടന്നത്. നേരത്തെ ലക്ഷ്മി വിവാഹം നടന്നു എന്ന് പറഞ്ഞു, പക്ഷേ ഈ സമയത്താണ് ആ ലക്ഷ്മി വിവാഹം നടന്നത്. സുരർക്കു വരവും നൽകി മാൺപെഴും വനമാലയെ വിഷ്ണുവിന്ന സഭയിൽ വെച്ചേകിനാൾ ലക്ഷ്മി തുഷ്ടയായി. വിണ്ണോരും തുഷ്ടരായി സ്വസ്ഥാനങ്ങളിൽ ചെന്നു ദേവിയോ പാലാഴി വാഴും ഹരിതൻ സ്ഥാനത്തിലും അണഞ്ഞുതേ. ശുഭാശിസ്സുകൾ വിണ്ണോർക്കു ഹരിയും ഹരനും തഥാ നൽകി സ്വസ്വാലയം പൂകി മോദപൂർവം മുനീശ്വര. മൂവന്തികളിലും പുണ്യമാമി സ്തോത്രം പഠിപ്പവൻ കുബേരതുല്യനായി രാജരാജനായി താൻ ഭവിച്ചിടും. 5 ലക്ഷം ജപം കൊണ്ട് സിദ്ധി കൈവരും അങ്ങനെ മാസം മുഴുക്കെ ഈ സിദ്ധസ്തോത്രം എന്നും പഠിക്കുകിൽ മഹാസുഖം പൂണ്ട് രാജശ്രേഷ്ഠനായി തീർന്നിടും ധ്രുവം. ലക്ഷ്മി ധ്യാന സ്തോത്രാദികഥനം എന്ന 42-ാം അധ്യായം സമാപ്തം. സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവി നമഃ. എത്ര കേട്ടാലും എത്ര വായിച്ചാലും മതി വരാത്തതായിട്ടുള്ള ഭാഗങ്ങളാണ്. അത് കേൾക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ശ്രീ മഹാദേവി നമഃ.